എല്ലാവർക്കും സെമീനാസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു ഹൽവയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു ഹൽവയാണിത്. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഇത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഹൽവ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനായിട്ട് 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കണം. ഇനി ഈ നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 2 കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ആ ശർക്കര നന്നായിട്ട് ഉരുകി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചു വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പശുവിൻ പാല് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കട്ടയില്ലാതെ അടിച്ചെടുക്കാനായിട്ട് നോക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് നന്നായി ഉരുകി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇത് ചെറിയ രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അധികം ഇതിൻ്റെ നിറം ഒന്നും മാറിപ്പോകരുത്, എന്നാലേ നമ്മുടെ ഹൽവക്ക് നല്ല ഭംഗി കിട്ടൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിറം മാറാതെ എടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ അതായത് ചെറിയ രീതിയിൽ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നെയ്യിൽ നിന്നും മാറ്റാം. ഇനി ഇതേ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും നിറം മാറാതെ വറുത്തെടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ അത് അണ്ടിപ്പരിപ്പും കുറഞ്ഞ രീതിയിൽ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും നെയ്യിൽ നിന്നൊന്ന് മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് അരച്ചു വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് തന്നെ ഇത് വറ്റി വരുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ ഇതുപോലെ വിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ടോട്ടൽ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തത്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് വറ്റി ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ വിട്ട് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊണ്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതുപോലൊരു ഗ്ലാസിൻ്റെ മോൾഡ് എടുത്തിട്ട് അതിൽ കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് വെളുത്ത എള്ള് ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച് ഹൽവ ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഇനി ഇതൊരു 30 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഈ മോൾഡിൻ്റെ മുകളിൽ ഒന്ന് തട്ടി കൊടുത്താൽ ഇത് താഴേക്ക് വരും. അപ്പോൾ അതാ നമ്മുടെ ഹൽവ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്